പൊന്നു പ്രകാശന, നിങ്ങൾ എവിടെയൊക്കെ തപ്പി കിടക്കണം? നിങ്ങൾ ചോര ഇല്ലാതെ വർത്താനം പറയാതടാ. ഇത്രയും നേരം ഈ ഒരു വെയിലത്ത് ഞാൻ ഇത്രയും ഷൂട്ട് ചെയ്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ടില്ലേ? ഒരു തുള്ളി വെള്ളം നീ എനിക്ക് വാങ്ങിച്ചു തന്നാ? പ്രൊഡ്യൂസർ അത്ര പ്രൊഡ്യൂസർ. വെള്ളം എനിക്ക് എന്തെങ്കിലും വെള്ളം വാങ്ങിച്ചു തരും. വയ്യ ഒരു വഴിയുണ്ട്, തല ഇറങ്ങും. ഈ വേനലിൽ തൃശൂരിൽ കലോത്സവത്തിനായി വിരിഞ്ഞ പൂക്കൾ വാടുകയില്ല. സ്നേഹത്തിന്റെ തെളിനീരിനാൽ കുടുംബശ്രീ ഒരുക്കിയ തണ്ണീർ പന്തലിലെത്തി ദാഹമകറ്റാം. പ്രധാന വേദിയായ സൂര്യകാന്തിയുടെ അടുക്കലാണ് സൂര്യതാപമേറ്റ് വാടാതിരിക്കാനായി ഈ തണ്ണീർ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. മൺകൂജയിലാണ് വെള്ളം നിറച്ചിരിക്കുന്നത്. വെള്ളത്തിന്റെ തണുപ്പ് നിലനിർത്താൻ വേണ്ടി മാത്രമല്ല, കലോത്സവം മാലിന്യമുക്തമാക്കാൻ കൂടിയാണ് ഈ തീരുമാനം. തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധമായ വെള്ളമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂജയിൽ കൊടുക്കുന്നതിൻ്റെ ഇത് പ്ലാസ്റ്റിക് നിരോധനം, അതാണ് പ്രധാന ലക്ഷ്യം. പിന്നെ നല്ല തണുത്ത വെള്ളം, ഈ ചൂട്ടത്തൊക്കെ നല്ല തണുത്ത വെള്ളം കിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും. വെള്ളം കുടിക്കാൻ എത്തുന്നവരെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് വരവേറ്റ് വിശേഷങ്ങളും പങ്കുവെച്ചിട്ട് ഇവിടുത്തെ ചേച്ചിമാർ വേടിക്കുകയുള്ളൂ. വെള്ളം കുടിച്ച് ദാഹമകറ്റുകയും സ്നേഹത്താൽ മനസ്സ് നിറയ്ക്കുകയും ചെയ്യുന്നിടമാണ് കലോത്സവ നഗരിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ സ്നേഹത്തിന്റെ തണ്ണീർ പന്തൽ. ഈ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ, ഏത് കലോത്സവത്തിലായാലും ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വെള്ളത്തിനാണ്. അപ്പോൾ ഈ വേനൽക്കാലത്താണ് മിക്കവാറും എപ്പോഴും ഉണ്ടാവുക കലോത്സവങ്ങൾ. അപ്പോൾ ഈ കലോത്സവത്തിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെൽഫെയർ കമ്മിറ്റി ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് കുടിവെള്ളത്തിന്, സാനിറ്ററി, മെഡിക്കൽ സൗകര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം വെള്ളത്തിന് തന്നെയാണ്, ആവശ്യക്കാരും വെള്ളത്തിനാണ്. അപ്പോൾ ഇത് ശരിക്കും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെക്കണേക്കാളും കൂടുതൽ ഇതിൽ വെക്കുമ്പോൾ സാധാരണ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്ന പോലെയുള്ള ഒരു സുഖം തന്നെയാണ് കുടിച്ചു പോകുന്നവരൊക്കെ പറയണത്. പൂക്കളുടെ പേരുകളിൽ ഒരുക്കിയിരിക്കുന്ന വേദിക്ക് സമീപം സ്നേഹത്തിന്റെ തണ്ണീർ പന്തൽ ഒരുക്കിയിരിക്കുകയാണ് തൃശ്ശൂർക്കാർ. ദാഹമകറ്റി സ്നേഹ സംഭാഷണങ്ങളും കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രകാശിനൊപ്പം നവജിത്ത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്.